ഇവർക്കൊക്കെ അറിയാവുന്നതിലും കൂടുതൽ മുത്തശ്ശിക്ക് അറിയാം കേട്ടോ. ശ്യാമാമ്മയോടും ഫിദാമ്മയോടും ഒന്നാണെന്ന് എനിക്ക് സംശയം തോന്നിയ ദിവസം തന്നെ ആദ്യമായിട്ട് ഷെയർ ചെയ്തത് മുത്തശ്ശിയോടാ. പക്ഷേ ഞങ്ങൾ അറിഞ്ഞപ്പോ വൈകി കേട്ടോ. ഇത് നടക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. നമുക്ക് നടത്തിയെടുക്കാം. ഇനി മോളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോ അവൾക്കൊരു പ്രശ്നമുണ്ടെന്ന് അമ്മയ്ക്ക് വേവലാതി പാടില്ല. എല്ലാം ശുദ്ധമാവട്ടെ. പ്രിയങ്കയുടെ ഭീഷണി എന്നേക്കുമായിട്ട് ഇവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോട്ടെ. നിന്റെ അമ്മയ്ക്ക് കോടാനുകോടികൾ നിനക്ക് തരാനുണ്ടാവും. പക്ഷെ ഈ ചേച്ചിയെ കൊണ്ട് ഇതേ നടക്കൂ. മതി. എത്ര കോടികൾ മുടക്കിയാലും ആർക്കും ചെയ്തു തരാൻ പറ്റാത്ത കാര്യങ്ങളാ ചേച്ചി എനിക്ക് വേണ്ടി ചെയ്തത്. അതിന്റെ നന്ദി എനിക്ക് മാത്രല്ല, വരുണ്ണും ഉണ്ടാവും. ചേച്ചി എന്ത് തന്നെ ചെയ്താലും ജയിക്കും. അതിനുള്ള കഴിവ് ചേച്ചിക്കുണ്ട്. മോള് ശ്യാമയുടെ അടുത്ത് തന്നെയാണല്ലേ? അവിടെ നിൽക്കട്ടെ. അമ്മയ്ക്കും മോൾക്കും എത്രയോ കാര്യങ്ങൾ പരസ്പരം പറയാൻ കാണുമല്ലോ. ശ്യാമയുടെ കഥ കേട്ടപ്പോ കണ്ണു നിറഞ്ഞുപോയി. അതെ ദേവേട്ട, നമ്മൾ അവളുടെ അച്ഛനും അമ്മയായി അവളുടെ കുസൃതികളും കണ്ട് സന്തോഷിച്ചു നടക്കുമ്പോ അതിനൊന്നിനും ഭാഗ്യമില്ലാതെ പോയൊരമ്മ. ശരിക്കും സങ്കടമായി. രാധിക മോളുടെ കാര്യത്തില് ഇനി നമുക്കൊരു പേടി വേണ്ട. അവൾക്ക് എന്ത് സംഭവിച്ചാലും അവളെ സംരക്ഷിക്കാൻ ശ്യാമ ഉണ്ടാവും. ശ്യാമ അവളെയും കൊണ്ട് ദൂരെ എവിടേക്കെങ്കിലും പോവോ? വിദേശത്തേക്കോ മറ്റോ? ഇല്ല യശോദേ, ശ്യാമയിലെ അമ്മയെ വിശ്വസിക്കാം. പറഞ്ഞല്ലോ നമ്മളോട്, നമ്മുടെ നെഞ്ചിൽ നിന്ന് തട്ടിപ്പറിച്ച് കൊണ്ടുപോവില്ല. പകരം കൂടെ ഒരാളായിട്ട് നിർത്തിയാ മതിയെന്ന് ഒരാൾക്ക് പറയാവുന്നതിൽ ഏറ്റവും നല്ല വാക്കാത്. പിന്നെ അങ്ങനെ ഒരു തീരുമാനം ഇനി ശ്യാമ പറഞ്ഞാൽ തന്നെ നമ്മുടെ മോളത് സമ്മതിക്കുന്നത് തനിക്ക് തോന്നുന്നുണ്ടോ? നമ്മളെ വിട്ടവള് പോവോ? മോള് പോകില്ല, എനിക്ക് ഉറപ്പാ. ഇതിനിടയിൽ പ്രിയങ്കയുടെ കാര്യം ഓർക്കുമ്പോഴാ ഏറ്റവും വലിയ സങ്കടം. ഈ കുടുംബത്തിൽ നമ്മളെ സ്നേഹിച്ച് നമ്മളോടൊപ്പം കഴിയേണ്ടവളല്ലേ അവള്. പക്ഷെ ഇപ്പൊ അവള് കിടക്കുന്നത് ജയിലിലാണ്. ഇതൊക്കെ അമ്മയുടെ കുഴപ്പം കൊണ്ട് സംഭവിച്ചതല്ലേ? അവളെ നേർവഴിക്ക് നടത്തേണ്ടതിന് പകരം ഈ ദുഷ്ടത്തരമൊക്കെ പഠിപ്പിച്ചത് അമ്മയല്ലേ? അതിനുള്ള ശിക്ഷ ദൈവം കൊടുത്തല്ലോ. ഈ പ്രായത്തിൽ അമ്മയ്ക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നത് ആലോചിച്ച് നോക്ക്. നമ്മളൊന്ന് പോയി കണ്ടില്ല. അമ്മ തൊട്ടടുത്ത ക്ഷേത്രത്തില് ഉപവാസിരിക്കാൻ പോയതല്ലല്ലോ. മയക്കുമരുന്ന് കേസിൽ ജയിലിൽ കിടക്കുകയാണ്. അങ്ങനെ ഒരു കാര്യം ന്യായീകരിക്കാൻ എപ്പോഴാണോ നമ്മുടെ മനസ്സിൽ തോന്നുന്നത്, അപ്പോഴല്ലാതെ നമുക്ക് പോകാൻ പറ്റുമോ? ആ കാര്യത്തിന് നമ്മൾ ന്യായീകരിച്ചു എന്ന് പറഞ്ഞാ നമ്മൾ പിന്നെ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ലടോ. ആ ദുരന്തങ്ങൾക്കിടയിൽ ഒരു വേനൽ മഴ പോലെ ആശ്വാസം ചെറുതെങ്കിലും തരുന്നുണ്ടല്ലോ. അങ്ങനെ വിശ്വസിക്കാം.
ഇതെന്താ എല്ലാരും പുറത്ത്? വീട്ടിലേക്ക് വിശേഷപ്പെട്ട ഒരു അതിഥി വരികയല്ലേ, ഇങ്ങനെ സ്വീകരിച്ചല്ലേ പറ്റൂ. എല്ലാവരും എന്നോട് പൊറുക്കണം. ഇത്രയും കാലം ഇക്കാര്യം പറയാതെ പോയത് എന്തുകൊണ്ടാന്ന് എല്ലാവർക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എന്റെ അവസ്ഥ കൊണ്ടാ. ശ്യാമേ, ഇവര് രണ്ടുപേരും പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കറിയാം. ഇവർക്കൊക്കെ അറിയാവുന്നതിലും കൂടുതൽ മുത്തശ്ശിക്ക് അറിയാം കേട്ടോ. ശ്യാമാമ്മയുടെ ഫിദാമ്മയുടെ ഒന്നാണെന്ന് എനിക്ക് സംശയം തോന്നിയ ദിവസം തന്നെ ആദ്യമായിട്ട് ഷെയർ ചെയ്തത് മുത്തശ്ശിയോടാ. പക്ഷേ ഞങ്ങൾ അറിഞ്ഞപ്പോ വൈകി കേട്ടോ. പറഞ്ഞിട്ട് കാര്യമില്ല, മുത്തശ്ശിയും മക്കളും ഒരേ പ്രായക്കാരാ കൂട്ടം ചേർന്നിരിക്കുമ്പോ. ശ്യാമ വരൂ. ഇരിക്കൂ. ഞാനിവിടെ എല്ലാവരോടും പറയുകയായിരുന്നു, ശ്യാമയെ പോലെ ഒരു അമ്മയെ തിരിച്ചു കിട്ടിയത് കൊണ്ട് ധന്യമായത് രാധികയുടെ ജീവിതം മാത്രമല്ല, കണിമംഗലം കൂടിയാണ്. നിങ്ങളെല്ലാവരും എന്റെ മോളോട് കാണിച്ച കാരുണ്യം എനിക്ക് നന്നായിട്ടറിയാം. അവളുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവൾ എന്നോട് വിശദീകരിക്കാറുണ്ടായിരുന്നു. നിങ്ങൾ ചെയ്ത നല്ല പ്രവൃത്തികളൊന്നും അവൾ എന്നോട് പറയാതിരുന്നിട്ടില്ല. കണിമംഗലം പരമേശ്വരൻ എന്ന അങ്ങയുടെ പദവിയെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ വരുണിന്റെ ആഗ്രഹങ്ങൾക്ക് കൂട്ടുനിന്നൊരച്ഛനെന്ന് പറയാനാ എനിക്ക് കൂടുതൽ ഇഷ്ടം. അങ്ങ് വരുണിനെ സ്നേഹിക്കുന്ന എത്രയാണെന്നും എനിക്കറിയാം. ഫിദ മാഡത്തിന്റെ വേഷത്തിൽ നിൽക്കുന്ന എന്നോട് ഇവൾ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് യശോദ എന്ന അമ്മയെക്കുറിച്ചാ. അത് കഴിഞ്ഞാൽ പത്മിനിയെക്കുറിച്ചും.